പണ്ടൊക്കെ കുട്ടികൾ വഴിതെറ്റുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവൻ വരുന്ന കൂട്ടുകെട്ടുകൾ, കൂട്ടുകാർ, അവൻ്റെ സ്വഭാവപരമായ മാറ്റങ്ങൾ, അതിനൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ മാറ്റങ്ങൾ അതീവ രഹസ്യമാണ്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ പോലും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ന് എല്ലാ തോന്നിവാസത്തിൻ്റെയും അടിസ്ഥാനം ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു കൗമാരപ്രായക്കാരൻ്റെ ഫോണൊന്ന് വാങ്ങി നോക്കാൻ തീരുമാനിച്ചാൽ അവൻ പറയും, ഇതെൻ്റെ പ്രൈവസിയാണ്, എൻ്റെ സ്വകാര്യമാണ്, എൻ്റെ സ്വകാര്യതയിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നൊരു പക്ഷേ നമ്മുടെ മക്കൾ തന്നെ നമ്മളോട് പറയും. അത്രമാത്രം സ്വകാര്യമാണ് ഫോണെന്ന് പറഞ്ഞാൽ. അവിടെ അയക്കുമ്മ നോക്കണ്ട, അയക്ക് വാപ്പ നോക്കണ്ട, അതിൻ്റെ സ്വകാര്യമാണ് എന്ന് പറയുന്ന ആ സ്വകാര്യ രോഗത്തിൽ നിന്നാണ് അവൻ്റെ അധാർമികതകൾ രൂപം കൊണ്ടുവരുന്നത്. അവിടെ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ അവൻ എഞ്ചിനീയറായി, അവൻ വലിയ ഉദ്യോഗസ്ഥനായി, അവന് ഗൾഫിൽ ജോലി കിട്ടി, വലിയ ശമ്പളത്തിന് ജോലി കിട്ടി. അവൻ ജോലിക്ക് പോകണില്ല. പിന്നെന്താ അവൻ ചെയ്യേണ്ടത്? അവൻ റൂമിലിരിക്കും. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് താഴത്തേക്ക് ഇറങ്ങി വരും, പിന്നെ റൂമിലിരിക്കും. അപ്പോൾ അവിടുന്നുള്ള ആളുകൾ പറഞ്ഞു, ഇവൻ ജോലിക്ക് പോകുന്നില്ല, ഓഫീസിൽ പോകുന്നില്ല എന്ന്. അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത്? അവനെ അടിയന്തരമായി നാട്ടിലെത്തിച്ച് വീട്ടിൽ കുറച്ച് ദിവസം ഇരുത്തി നിരീക്ഷിച്ചപ്പോഴാണ് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റിയത്. അവൻ പഠിക്കുന്ന കാലം മുതലുള്ള അവൻ്റെ ഒരു അധാർമികത കണ്ടുപിടിക്കാൻ അവന് ജോലി കിട്ടി, ജോലിക്ക് പോകാതെ റൂമിലിരിക്കേണ്ട സമയം വരെ വരേണ്ടി വന്നു. ഒരുപക്ഷെ നമ്മുടെ മകൾ, അവൾക്ക് സംഭവിച്ചത് എന്തെന്നറിയണമെങ്കിൽ അവളുടെ വിവാഹ തലേന്ന് അവൾ പറയാണ്, എനിക്ക് പറ്റൂല, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റൂല, നാളെ ഈ കല്യാണങ്ങൾ നടത്തുകയാണെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവില്ല എന്ന് മകൾ പറയുമ്പോഴാണ് ഇവൾക്ക് ഇത്ര വലിയ മാറ്റം സംഭവിച്ചോ എന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ സാധ്യമാകുക എന്ന് വെച്ചാൽ കുട്ടികളെപ്പോഴും നിരീക്ഷിച്ച് അവരെ ഫോൺ നോക്കി അവരെ കൂടെ ഇരുന്ന് അവർ റൂമിലൊപ്പം കിടന്നുറങ്ങിയൊന്നും വല്ലാതെയൊന്നും പുതിയ തലമുറയെ നോക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു മതപരമായ ഒരു കരുത്ത്, ജീവിതത്തിൽ എവിടെ അവർ പോയാലും അവർ നല്ലവരായി ജീവിക്കുമെന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു വിശ്വാസവും ഒരു ജീവിതാവസ്ഥയും മതബോധവും നൽകുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് സാധിക്കുമോ? ചില ആൾക്കാർ ചോദിക്കും. നമ്മളിത് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം. അപ്പോൾ നമുക്ക് പണമുണ്ടെങ്കിൽ അവർ പണക്കാരാകും. നമുക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലോ അവർ വിദ്യാഭ്യാസമുള്ളവരാകും. നമുക്ക് സംസ്കാരമുണ്ടെങ്കിലോ അവർ സംസ്കാരമുള്ളവരാകും. അപ്പോൾ നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. അവസാനം നിങ്ങളുടെ മകൻ ഒരു 10ാം ക്ലാസ് പോലും പാസ്സായില്ല. അങ്ങനെ അവൻ ഗതിയില്ല നടക്കുമ്പോൾ അവൻ ആലോചിക്കൂലേ, ഉമ്മ ടീച്ചറാണ്, വാപ്പ ഡോക്ടറാണ്, എന്നിട്ട് ഇന്നൊന്നും പഠിപ്പിച്ചില്ലല്ലോ എന്നവൻ പറയും. അതൊരു ന്യായമാണ്. ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തേ എനിക്ക് വിദ്യാഭ്യാസം തരാതിരുന്നത്? വാപ്പയ്ക്ക് ഇത്രയും വലിയ ജീവിത സാഹചര്യം ഉണ്ടായിട്ടെന്തേ വാപ്പ എനിക്കൊരു നല്ല ജോലിയും ജീവിത സാഹചര്യവും ഉണ്ടാക്കാതിരുന്നത് എന്നൊരു പക്ഷേ മക്കൾക്ക് ഭാവിയിൽ ചോദിക്കാൻ പറ്റില്ല. അതേപോലൊരു ചോദ്യമാണ്, വാപ്പ നല്ല നിസ്കരിക്കാൻ പോണ ആളാണ്, വാപ്പ നല്ല ദീനിൻ്റെ ആളാണ്, വാപ്പ പള്ളിൻ്റെ പ്രസിഡൻ്റാണ്, വാപ്പ രാവിലെ നീച്ചാൽ ഖുർആൻ ഓതിയിട്ടേ ബാക്കിയൊക്കെ തുടങ്ങുള്ളൂ, വാപ്പ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത ആളാണ്, എന്നിട്ടെന്തേ വാപ്പ എനിക്കതൊന്നും പകരം തരാതിരുന്നത്? ആ വീട്ടിൽ വളർന്നിട്ട് എന്തേ ഞാൻ നിസ്കരിക്കാത്തവനായത് എന്നൊരു പക്ഷേ സുഹൃത്തുക്കളെ നാളെ ചോദിക്കൂലേ. അപ്പം വാപ്പക്ക് പറ്റുന്നതാണത്, ഉമ്മാക്ക് പറ്റുന്നതാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾ ഇഹലോകത്തും പരലോകത്തും അവർ വിജയികളായി തീരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ പടച്ചോ നമ്മൾ ആ ദൗത്യം ഏൽപ്പിക്കൂലല്ലോ. കഴിയാത്തൊരു കാര്യം പടച്ചോ നമ്മളെ ഏൽപ്പിക്കും. സുഹൃത്തുക്കളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും മലായിക്കത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ രക്ഷപ്പെടുത്തുക. എങ്ങനെ നരകത്തിൽ രക്ഷപ്പെടുത്തില്ല? എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം വേണോ അത് നിങ്ങളെല്ലാം ചെയ്തിരിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധങ്ങളും നിങ്ങൾ പാലിച്ചിരിക്കണം. അത് നിങ്ങളെ മാത്രമല്ല, അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ റിആയത്തിൽ വരുന്ന, നിങ്ങളുടെ സംരക്ഷണത്തിൽ വരുന്ന, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള, നിങ്ങളുടെ ചുമതലയുള്ള നിങ്ങളുടെ ഭാര്യമാർ, അവരെ നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തണം. അത് അല്ലാഹ് നമ്മോട് പറഞ്ഞെന്തുകൊണ്ടാ? നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. നരകം അത്ര നിസ്സാരമൊന്നല്ല. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരായ മലക്കുകളുണ്ട് നരകത്തിൽ. ഏതെങ്കിലും ഒരു കേസിൽ സുഹൃത്തുക്കളെ നമ്മുടെ മക്കളൊരു 15 ദിവസം റിമാൻഡിലായാൽ
നമുക്ക് സഹിക്കാൻ പറ്റും. ഒരു 15 ദിവസം റിമാൻഡിലായാൽ നമുക്ക് സഹിക്കാൻ പറ്റും. അവൻ എന്താണ് അവിടുത്തെ അവസ്ഥ, എന്താണ് ജയിലിലെ അവസ്ഥ, അവിടുന്ന് എവിടുന്ന് അവന് ഭക്ഷണം കിട്ടുന്നത്, എന്താണ് അവൻ്റെ കാര്യം, എത്രയാണ് നമ്മളെ മാനക്കേട്, അത് നമുക്ക് സഹിക്കാൻ പറ്റും. പിന്നെ നരകത്തിൽ പോകണത് എങ്ങനെ സഹിക്കാൻ പറ്റുക സുഹൃത്തുക്കളെ? അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഗൗരവമല്ലേ നമ്മളെ മക്കളെ നമ്മളൊരു കോച്ചിങ്ങിന് വേണ്ടി 1 കൊല്ലം 2 കൊല്ലം പറഞ്ഞയക്കണം, രാത്രി പകലും ഒഴിയാതോട് പഠിക്കാൻ വേണ്ടി പറയുന്നു. അതിനുവേണ്ടി നമ്മൾ മാസത്തിൽ 15,000 25,000 ഫീസ് കൊടുക്കണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അവൻ ഡോക്ടറായത്? അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അവൻ ഒരു പ്രൊഫഷണലായത്? അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അവൻ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയത്? എങ്കിൽ സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ ചെറിയൊരു അധ്വാനം അവർക്ക് നാളെ സ്വർഗം കിട്ടാനും അവർ ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിക്കുവാനും നമ്മളൊക്കെ ചെയ്യേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളോടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടേ പറ്റൂ. മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന്, മക്കൾ ഒരു അമാനത്താണ്. അത് നമ്മളെ ഏൽപ്പിച്ചു, നമ്മളെ മക്കളെ നമ്മളെ ഏൽപ്പിച്ചു. അതിന് ഒരാളും വന്ന് നന്നാക്കൂല. നിങ്ങളങ്ങനെ കാത്തുക്കന്നെ വേണ്ട. നമ്മുടെ മക്കളുടെ നന്മയിൽ മറ്റാരും ഇടപെടൂല. നീ ഇടപെടണമെങ്കിൽ തന്നെ നമ്മളെ സമ്മതം വേണം. അപ്പോൾ ചില അവരെ കുട്ടികളെ വിളിക്കണ്ട. അതെന്നുവെച്ചാൽ അവൻ്റെ വാപ്പക്കും ഉമ്മക്കും അതിനോട് താല്പര്യമില്ല. അപ്പം അവരാരും അങ്ങോട്ടേക്ക് വരൂല. നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. അത് നമ്മൾ തന്നെ സുഹൃത്തുക്കൾ നിർവഹിക്കണം. നമ്മളല്ലായിരുന്നു അവരുടെ വാപ്പയും ഉമ്മയുമെങ്കിൽ അവർ മറ്റൊരു കുഞ്ഞാകുമായിരുന്നു. നമ്മളല്ല ഓൻ്റെ വാപ്പയും ഉമ്മ എന്നുണ്ടെങ്കിൽ അവൻ മറ്റൊരു മകനാകുമായിരുന്നു, മറ്റൊരു മകളാകുമായിരുന്നു. അപ്പം നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും നിർവഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അത് നിർവഹിക്കണമെങ്കിൽ ബോധപൂർവം നിർവഹിക്കണം. ചിലപ്പോൾ നമ്മളെ മനസ്സിക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. അതിന് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണത് നമ്മുടെ മക്കൾ അവരെ കയ്യിലായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പോയാലും അവർ ദീനിയായി വളരട്ടെ. അപ്പോൾ പെണ്ണിട്ടുന്നതിന് മുന്നേ ആലോചിക്കണം. പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ശാരീരിക ബന്ധത്തിന് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താൻ മാ റസഖ്തനാ. ഞങ്ങൾക്ക് വല്ല കുട്ടിനെയും ഇതിൽ തരികയാണെങ്കിൽ പടച്ചോനെ ശൈത്താൻ ആ കുട്ടിയിൽ നിന്ന് നീ അകറ്റി തരണേ. ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യത കാണുമ്പോൾ പോലും ശൈത്താന്റെ സ്പർശനമില്ലാത്ത, ശൈത്താന്റെ സ്വാധീനമില്ലാത്ത ഒരു കുഞ്ഞു വേണമെന്ന് പറയാൻ പറഞ്ഞത് മക്കൾ നല്ലവരാകണം എന്ന് ഒരു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നല്ല കുട്ടിനെ തരണേന്നാണ്, ആൺകുട്ടിനെ തരണേന്നല്ല, നല്ല കുട്ടിയെ തരണേന്നാണ്. ഏത് കുട്ടിയാണെങ്കിലും സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്.